പ്രിയപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, യുവതിയുവാക്കന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഗുട്ടൻ ആബൻഡ് സുസാമൻ, ബോൺ നഥാലെ, ഹാപ്പി ക്രിസ്മസ്, സന്തോഷകരമായ ക്രിസ്മസ് ആശംസകൾ. പ്രിയമുള്ളവരെ, ക്രിസ്മസിൻ്റെ നല്ല ചിന്തകൾ സൂക്ഷിക്കുന്ന സുന്ദര നിമിഷങ്ങൾ ആണല്ലോ ഇത്. ഒരു പുതിയ വർഷത്തിനുള്ള ഒരുക്കവും തിരുപ്പിറവിയുടെ ഓർമ്മകൾ ഉള്ളിൽ നിറയുമ്പോൾ ഇപ്രകാരമുള്ള ഒരു വെർച്വൽ സദസ്സിൽ ഒരുമിച്ച് കൂടുവാൻ നമുക്ക് സാധിച്ചത് ഒരു വലിയ ദൈവകൃപയാണ്. പ്രത്യേകമായ ഒരു സാഹചര്യത്തിലൂടെയാണല്ലോ കഴിഞ്ഞ 2 വർഷങ്ങൾ നമ്മൾ കടന്നു പോയത്. നമ്മുടെ ജീവിതം ഒരു വെല്ലുവിളിയിലാണ്. അപ്സ്റ്റാൻഡ്, മാസ്ക്, സാനിറ്റൈസർ, വാക്സിനേഷൻ ഉണ്ട്. എനിക്ക് കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ ഒരു മെസ്സേജ് കിട്ടി. പുൽക്കൂടാണ് സാഹചര്യം. ഒരാങ്ങളയും പെങ്ങളും കൂടി പുൽക്കൂട് ഒരുക്കുകയാണ്. ആങ്ങള ജോലി സ്ഥലത്ത് നിന്ന് ക്രിസ്മസ് ആഘോഷിക്കുവാൻ ഭവനത്തിൽ വന്നതാണ്. മനോഹരമായി അവർ പുൽക്കൂട് ഒരുക്കി. അപ്പോൾ ആങ്ങള പെങ്ങളോട് ചോദിച്ചു, ഇതെന്താണ് പുൽക്കൂട്ടിൽ ഒരു പ്രത്യേക റൂം? പെങ്ങൾ പറഞ്ഞു, നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആങ്ങള പെങ്ങളോട് പറഞ്ഞു, മോളെ, ഞാൻ രാജാവാണ്, എന്നോട് വേണ്ട നിൻ്റെ കളി. പെങ്ങൾ പറഞ്ഞു, രാജാവായാലും ആട്ടിടയനായാലും മൃഗങ്ങളായാലും അന്യദേശത്ത് നിന്ന് വന്നാൽ ക്വാറൻറ്റൈനിലിരിക്കണം. പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മുടെ ആഘോഷങ്ങളുടെയൊക്കെ അവസ്ഥ ഇതാണ്. നമ്മൾ ഒരു തരത്തിൽ ഒറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. എങ്കിലും സന്തോഷകരമായ ഒരു സന്ദേശത്തിൻ്റെ നാളുകളാണിത്, ക്രിസ്തുമസ്. നമുക്ക് പുൽക്കൂട്ടിലേക്ക് നോക്കാം. മാതാവും യൗസേപ്പ് പിതാവും ആട്ടിടയന്മാരും മൃഗങ്ങളും ഇനി രാജാക്കന്മാരും ഈ കൊച്ച് ഈശോയെ ചെറുശീലയിൽ പൊതിഞ്ഞ ഓമനത്വമുള്ള ഈ കൊച്ചു കുഞ്ഞിനെ, ഈ വലിയ മഹത്വത്തെ നോക്കി നിൽക്കുകയാണ്. നിങ്ങളും ഞാനും ഈശോയെ നോക്കുന്നില്ലേ? എല്ലാത്തിൻ്റെയും ഉടയവൻ ഇതാ വളരെ പാവപ്പെട്ടവനായി കല്ലിടാവിൽ കിടക്കുന്നു. ഒന്നുകൂടി ഒന്ന് നോക്കിക്കേ, എന്താണ് നാമും ഈശോയും തമ്മിലുള്ള വ്യത്യാസം? നമുക്ക് പറയാൻ സാധിക്കുമോ? നമ്മൾ വലിയ ശരീരത്തിൽ ഒരു ചെറിയ ഹൃദയവുമായി ഇരിക്കുന്നു. എന്നാൽ ഈ ക്രിസ്മസ് നാളിൽ പുൽക്കൂട്ടിൽ നമ്മൾ കാണുന്നത് ചെറിയ ശരീരത്തിൽ വിശാലമായ ഒരു ഹൃദയവുമായി യേശു തമ്പുരാൻ ഇരിക്കുന്നു. ഇതാണ് ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശം. എന്തൊക്കെ മറകളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കുന്നത്? മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കുവാൻ, അകന്നു നിൽക്കുവാൻ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഏകാന്തതയിലേക്ക് പോകുവാൻ, സ്വാർത്ഥതയിലേക്ക് പിൻവലിയുവാൻ, അങ്ങനെ എല്ലാറ്റിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ അടച്ചു പിടിക്കുന്ന മനുഷ്യത്വമാണ് നമ്മളിപ്പോൾ കാണുന്നത്, സ്വാർത്ഥതയുടെ. എന്നാൽ ക്രിസ്മസ് നാളിൽ ഈശോ നമുക്ക് കാണിച്ചു തരുന്നത്, പിറക്കുവാൻ ഇടമില്ലാതെ, കിടക്കുവാൻ ഇടമില്ലാതെ തുറന്ന ഒരു കൂട്ടിൽ പിറന്ന ഈശോയ്ക്ക് യാതൊരു ഭയവുമില്ലായിരുന്നു പിറക്കുവാൻ. ജനിക്കുവാൻ ഇടമില്ല എന്ന മറുപടി കിട്ടിയിട്ടും ഒരു പരാതിയുമില്ലാത്ത മാതാപിതാക്കൾ. ഇതാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്ന ഒരു സന്ദേശം. രണ്ടാമതായി ഒരു ചെറിയ ചിന്ത കൂടി. ആ രാത്രിയിൽ ഈശോയെ കാണാൻ വന്ന 3 രാജാക്കന്മാർ, ജ്ഞാനികൾ, അവനെ പുൽക്കൂട്ടിൽ കണ്ടിട്ട് കാഴ്ചകൾ വച്ച് വണങ്ങി നമിച്ച് ആരാധിച്ച് തിരികെ പോകുന്നു.
എന്നാൽ അവർ തിരികെ പോകുന്നത് അവർ വന്ന വഴിയല്ല, മറിച്ച് മറ്റൊരു വഴിയെയാണ്. നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുവാൻ ദേവാലയങ്ങളിൽ പോകുന്നു, പുൽക്കൂടുകൾ കാണുന്നു, അതുപോലെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, അതിനുശേഷം ആഘോഷങ്ങളൊക്കെ നടത്തുന്നു. എന്നിട്ട് നമ്മൾ തിരികെ ഭവനത്തിലേക്ക് പോവുകയാണ്. മറ്റൊരു വഴിയെ പോകുവാനായിട്ട് ഈ ക്രിസ്മസ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. സ്നേഹത്തിൻ്റെ, ലാളിത്യത്തിൻ്റെ അടയാളമായ ഈശോയെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സ്വാർത്ഥത നിറഞ്ഞ പഴയ ജീവിതത്തിൽ നിന്ന് പുതിയ ഒരു മനുഷ്യനായി, പുതുതായി ജനിച്ച മറ്റൊരു ക്രിസ്തുവായി നമ്മൾ മാറി പോകണം. അതായത് നമ്മളുടെ വ്യക്തിബന്ധങ്ങളുടെ അസ്വസ്ഥതകളും പിണക്കങ്ങളും കപട സദാചാരങ്ങളും അതുപോലെ തുടർന്നാൽ നമ്മൾ വന്ന വഴിയെ തന്നെ തിരികെ പോകുന്നവരാണ്. മറിച്ച് അതിൽ നിന്ന് മാറി നമ്മളിലെ നന്മയിലേക്ക്, ആ നന്മ മനസ്സിലാക്കി ക്രിസ്തുവാകുന്ന സ്നേഹത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ വഴിയെ, പുതിയൊരു വർഷത്തിലേക്ക് നടക്കുവാൻ നമുക്ക് സാധിക്കും. ക്രിസ്മസ് നമ്മോട് ആവശ്യപ്പെടുന്നത് മാറ്റമുള്ളവരായി, പുതിയ നന്മ നിറഞ്ഞ സന്തോഷമുള്ള വ്യക്തികളായി മാറി നടക്കുക. അതായത് കോപിക്കുന്നവർ അല്പം കൂടി ശാന്തതയിലേക്ക്, വെറുക്കുന്നവർ അല്പം കൂടി സ്നേഹത്തിലേക്ക്, എടുത്തുചാട്ടമുള്ളവർ അല്പം കൂടി ആത്മസംയമനത്തിലേക്ക്, കഴിഞ്ഞ വഴി മറന്ന് പുതിയ വഴിയിലേക്ക് നടക്കുക. അതാണ് ക്രിസ്മസ്. We are Christians. That means Christ in me or I am in Christ. ക്രിസ്തുവിൽ ആയിരിക്കുക, ക്രിസ്തുവിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഷെർലോക്ക് ഹോംസിൻ്റെ ഒരു ചെറിയ കഥയുണ്ട്. ഷെർലോക്ക് ഹോംസും തൻ്റെ സുഹൃത്തും കൂടി ഒരു മല കയറുവാനായിട്ട് രാത്രിയിൽ പോവുകയാണ്. ഈവനിങ് സമയമായപ്പോൾ അവൻ മല കയറി മലയുടെ മുകളിലെത്തി. അവരൊരു കൂടാരമടിച്ച് സുഹൃത്തും ഷെർലോക്ക് ഹോംസും കൂടെ ഉറങ്ങുവാൻ കിടന്നു. നല്ല സുഖനിദ്ര, ശാന്തമായ അന്തരീക്ഷം, തണുത്ത രാത്രി. ഉറക്കത്തിലെപ്പോഴോ ഷെർലോക്ക് ഹോംസ് ഉണർന്നു. തൻ്റെ സുഹൃത്തിനെ തട്ടി വിളിച്ചിട്ട് അവനോട് ചോദിച്ചു, സുഹൃത്തെ, നീ എന്താണ് കാണുന്നത്? അവൻ്റെ സുഹൃത്ത് അവനോട് പറഞ്ഞു, ഞാൻ ആകാശം കാണുന്നു. വീണ്ടും ഷെർലോക്ക് ഹോംസ് അവനോട് ചോദിച്ചു, എടാ, നീ എന്താണ് കാണുന്നത്? അപ്പോൾ അവൻ്റെ സുഹൃത്ത് വിചാരിച്ചു, ഞാൻ ആകാശം കാണുന്നു, നക്ഷത്രം കാണുന്നു എന്ന് പറഞ്ഞാൽ അത്ര പോരാ, അതുകൊണ്ട് അല്പം സാഹിത്യം പറയാം എന്ന് കരുതി അവൻ ഇപ്രകാരം പറഞ്ഞു, ഞാൻ ആകാശത്തിൽ ദൈവത്തിൻ്റെ മഹത്വം കാണുന്നു, ആകാശവിധാനം ദൈവത്തിൻ്റെ കരവേലയെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. ഷെർലോക്ക് ഹോംസ് അവനെ തട്ടിയിട്ട് പറഞ്ഞു, പോടാ പൊട്ട, നീ ഒന്ന് നോക്കിക്കേ, നമ്മൾ കിടന്ന ടെൻറ്റ് ആരോ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു, നീ അത് കാണുന്നില്ലേ? അപ്പോഴാണ് സുഹൃത്തിന് കാര്യം മനസ്സിലായത്. നമ്മൾ വെർച്വൽ സദസ്സിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ക്രിസ്മസ് ആഘോഷിക്കുവാൻ. അല്ലെങ്കിൽ ധാരാളം പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇവിടെ ഒരു ചോദ്യമുള്ളത്, നമ്മളെന്ത് സ്വീകരിച്ചു, എന്ത് ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ യുവാക്കന്മാർ, കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് ഈ വെർച്വൽ സദസ്സ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ധാരാളം അധ്വാനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സഭയുടെ സമൃദ്ധി യുവാക്കന്മാരിൽ, കുഞ്ഞുങ്ങളിലാണ് എന്ന് പറയേണ്ടി വരും. നമ്മുടെ ഈ കൂട്ടായ്മ ശക്തിപ്പെടട്ടെ. മോസിസ് പ്രസിൻ്റെ ഷൂ ഓഫ് ദി ഫിഷർമാൻ എന്ന കഥയിൽ ഒരു നല്ല കൊട്ടേഷനുണ്ട്. ആ കൊട്ടേഷൻ്റെ സാഹചര്യം ഇതാണ്. പുതുതായി ഇലക്ട് ചെയ്യുന്ന പോപ്പിനോട് കർദിനാൾ സംഘം ചോദിച്ചു, വാട്ട് ഡു യു വാണ്ട്? നിനക്കെന്താണ് ആവശ്യം? അദ്ദേഹം പറഞ്ഞ മറുപടി ആണ് ആ കൊട്ടേഷൻ. അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്, men with fire in the hearts
ഓൺ വിങ്സ് ടു ദ ഫുഡ്. ഹൃദയത്തിന് ചൂടുപിടിച്ച, കാലുകൾക്ക് ചിറകുകളുടെ വേഗതയുള്ള ഒരു തലമുറയെയാണ് എനിക്ക് ആവശ്യം. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ വെർച്വൽ പ്രോഗ്രാമിൽ സംബന്ധിക്കുമ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നുന്നു. കഴിഞ്ഞ 2 വർഷം നമ്മുടെ എല്ലാ ആഘോഷങ്ങളും വെർച്വൽ പ്ലാറ്റ്ഫോമിലാണ് നടത്തിയത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന നമ്മുടെ യുവതിയുവാക്കന്മാരാണ്, നമ്മുടെ കുഞ്ഞുങ്ങളാണ്. തീർച്ചയായിട്ടും നമുക്ക് ഹൃദയത്തിൽ തീയുള്ള, ചൂടുള്ള, കാലുകൾക്ക് ചിറകുകളുടെ വേഗതയുള്ള യുവതിയുവാക്കന്മാർ ഉണ്ട് എന്നതിൽ അഭിമാനിക്കാം. അങ്ങനെ ആയിരിക്കണം നമ്മുടെ യുവതിയുവാക്കന്മാർ. ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ എരിയുന്ന, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ലോകത്തിന് നൽകുന്ന പ്രേക്ഷിതരായി മാറുവാൻ ഈ ഒരു പുതിയ വർഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ പ്രാർത്ഥനയോടെ ഞാൻ നേരുന്നു. അതുപോലെ പുതിയ ഒരു വർഷം ഞാൻ എല്ലാവർക്കും ആശംസിക്കുന്നു. ഇതിന് നേതൃത്വം നൽകിയ, ഈ വെർച്വൽ പ്രോഗ്രാമിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ജോസഫ് ചേലാമ്പ്രമ്പതിലച്ഛനും, അതുപോലെ ജോജി കൊച്ചേത്തിനും, അതുപോലെ ഇടവക വികാരിമാരായ ജേക്കബ് വാഴക്കുന്നത്ത്, പോൾ മാത്യു, സാമുവൽ പാറവിളയിൽ എന്നീ അച്ഛന്മാരോടൊപ്പം പ്രവർത്തിച്ച ഓരോ യൂണിറ്റിലെയും യുവതി യുവാക്കന്മാർക്കും കുഞ്ഞുങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിച്ചുകൊണ്ട് എല്ലാവരെയും ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിലേക്ക്, ക്രിസ്മസ് സെലിബ്രേഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. Ich wünsche Ihnen allen eine frohe Weihnachten und ein gutes neues Jahr 2022. God bless you. Thank you very much. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആദരണീയനായ സന്തോഷച്ചൻ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, യുവജനങ്ങളെ, കുഞ്ഞുമക്കളെ, സഹോദരീ സഹോദരന്മാരെ, എല്ലാവർക്കും ഉണ്ണി യേശുവിൻ്റെ നാമത്തിൽ സ്നേഹ സ്വാഗതം. 2021 ക്രിസ്മസ് വളരെ വ്യത്യസ്തമാണ്. വ്യത്യസ്തമായ സാഹചര്യങ്ങളിലും അനുഭവങ്ങളിലുമാണ് നാം ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. വേദപുസ്തകത്തിലെ നമ്മുടെ കർത്താവിൻ്റെ തിരുവചനം ഓർമ്മിപ്പിക്കുന്നു, ഭയപ്പെടേണ്ട, ഉണ്ണിയേശുവായ ഞാൻ വഞ്ചിയിൽ തന്നെയുണ്ട്. അതെ, ആ ഉണ്ണിയേശുവിനെ ഒന്ന് കൊട്ടി വിളിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും എന്നും ഉണ്ടാകും. പക്ഷെ അവനെ വിളിച്ചുണർത്താൻ നാം മടി കാണിക്കരുത്. ക്രിസ്മസിന് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ, നമ്മുടെയൊക്കെ ചിന്തകളിൽ ഓടി വരുന്ന ആദ്യ ചിത്രം പുൽക്കൂടും നക്ഷത്രവുമൊക്കെ അല്ലേ? നക്ഷത്രത്തിൻ്റെ ആത്മീയത നമുക്കറിയാം. അത് ലൈറ്റ് ഓഫ് ദ വേൾഡ്, അടയാളമാണ്, അവൻ്റെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്നു. പുൽക്കൂട് അതിലും വലിയ ചിന്തകളാണ് നൽകുന്നത്. അതിനൊരു സാംസ്കാരിക ഭാവമുണ്ട്, അതിനൊരു ആത്മീയതയുണ്ട്, അതിനൊരു മതേതരത്വ ഭാവമുണ്ട്, അതിനൊരു പ്രാപഞ്ചികതയുണ്ട്. എന്താണ് അതിൻ്റെ ആത്മീയത? ലാളിത്യമാണ്. ഇതിൽ കൂടുതൽ ലളിതമായി ഒരാൾക്ക് പിറക്കാൻ എങ്ങനെ സാധിക്കും? ഇത് നമ്മുടെ ഒരു സന്ദേശമായി നാം സ്വീകരിക്കണം. 2, അതിനൊരു സംസ്കാരമുണ്ട്. അതെന്താണ്? മതേതരത്വം. അവിടെ എല്ലാവരും എത്തി. ഇന്ന ജാതിക്കാരെന്നോ ഇന്ന വംശമെന്നോ അവിടെ ഒന്നും മാറ്റി നിർത്തലുകൾ നടന്നില്ല. എല്ലാവരും അവിടെ എത്തി. ഇനിയും അതിനൊരു പ്രാപഞ്ചിക അംശമുണ്ട്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ യാഥാർത്ഥ്യങ്ങളും അവിടെ ഒന്നുകൂടി. പശുവും മിന്നാമിന്നും ആടും ആട്ടിടയന്മാരും തണുപ്പും എല്ലാം ഒത്തുചേരുക. ഇനിയും ഈ പുൽക്കൂട് നമുക്ക് നൽകുന്ന സന്ദേശം എന്താ? യേശുക്രിസ്തു ലോകത്തിൻ്റെ മുഴുവൻ രക്ഷകനാണ്. ഈ സന്ദേശം ലോകമുള്ള കാലത്തോളം അറിയിക്കപ്പെടണം. അതാണ് ക്രിസ്മസ് ആവശ്യപ്പെടുന്നത്. ഇതറിയിക്കേണ്ടവർ ഞാനും നിങ്ങളുമാണ്.
ക്രിസ്മസ് എന്ന് പറയുന്ന ആ വലിയ യാഥാർത്ഥ്യത്തിൻ്റെ പൊരുൾ മറ്റൊന്നുകൂടി ചേർത്ത് വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. തൻ്റെ ഏകജാതനെ അവൻ നൽകി. യോഹന്നാന്റെ സുവിശേഷം 3:17. പ്രിയപ്പെട്ടവരെ, നൽകുക എന്നുള്ളതാണ് ക്രിസ്മസിൻ്റെ പ്രമേയം തന്നെ. യേശുക്രിസ്തു മുഴുവനും നൽകിയതിൻ്റെ പേരാണത്. തൻ്റെ ഏകജാതനെ നൽകി. ഇതുപോലെ ഒരു നൽകൽ, പരസ്പരം ഒരു ഷെയറിങ് ഇന്നത്തെ ലോകത്ത് സംഭവിക്കണം. എങ്കിൽ മാത്രമേ ദാരിദ്ര്യമില്ലാതാകുകയുള്ളൂ. എങ്കിൽ മാത്രമേ സന്തോഷം പ്രജ്വലമാകുകയുള്ളൂ. ഞാൻ നിങ്ങളെ എല്ലാവരെയും നേരിൽ കാണുന്നത് പോലെയുള്ള ഒരു അനുഭവമാണിത്. ഈ ക്രിസ്മസ് കാലത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. എല്ലാവരെയും എൻ്റെ സ്നേഹാന്വേഷണം അറിയിക്കുന്നു. Ich wünsche euch allen ein frohe Weihnachtsfest und gutes neues Jahr. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നല്ല ഒരു ക്രിസ്മസും പുതുവത്സരവും ആശംസിക്കുന്നു. നിങ്ങളുടെ പിതാവ് യുഹാനൻ മാർ തെയോഡോഷ്യസ്, അപ്പസ്റ്റോലിക് വിസിറ്റേറ്റർ ടു യൂറോപ്പ് ആൻഡ് ഓഷ്യാനിയ. താങ്ക് യു. ക്രിസ്മസ് രാവണഞ്ഞ നേരം പുൽക്കൂട്ടിൽ പ്രഭാതമായി, ദൈവത്തിൻ സുതൻ പിറന്നു ലോകത്തിൻ പ്രതീക്ഷയായി. വാനിൽ വരവേൽപ്പിൻ ശുഭഗീതം ശാന്തിയേകി, പാരിൽ ഗുരുനാഥൻ മനതാരിൽ ജാതനായി. വാത്സല്യമൂലും പൊൻപൈതലായി പോയി ആത്മീയ ജീവൻ നൽകുന്നിതാ. വാനിൽ വരവേൽപ്പിൻ ശുഭഗീതം ശാന്തിയേകി, പാരിൽ ഗുരുനാഥൻ മനതാരിൽ ജാതനായി. വാത്സല്യമൂലും പൊൻപൈതലായി പോയി ആത്മീയ ജീവൻ നൽകുന്നിതാ. ക്രിസ്മസ് രാവണഞ്ഞ നേരം പുൽക്കൂട്ടിൽ പ്രഭാതമായി, ദൈവത്തിൻ സുതൻ പിറന്നു ലോകത്തിൻ പ്രതീക്ഷയായി. ഈ ശാന്തതയിൽ ഒരു നിമിഷം ഓർക്കുവിൻ, ഓർക്കുവിൻ. നിൻ സോദരനിൽ ഈശ്വരനെ കണ്ടുവോ? മനുഷ്യരന്യരായകലുമാ മനസ്സിലുയരുന്ന മതിലുകൾ ഇനി നീക്കി മണ്ണ് ശാന്തിയേകും. ക്രിസ്മസ് വന്നിതാ. ലല്ലല്ലാ ലലാ ലലാലാ, ലല്ലല്ലാ ലലാ ലലാലാ, ലല്ലല്ലാ ലലാ ലലാലാ, ലല്ലല്ലാ ലലാ ലലാലാ. വാനിൽ വരവേൽപ്പിൻ ശുഭഗീതം ശാന്തിയേകി, പാരിൽ ഗുരുനാഥൻ മനതാരിൽ ജാതനായി. വാത്സല്യമൂലും പൊൻപൈതലായി പോയി ആത്മീയ ജീവൻ നൽകുന്നിതാ. ക്രിസ്മസ് രാവണഞ്ഞ നേരം പുൽക്കൂട്ടിൽ പ്രഭാതമായി, ദൈവത്തിൻ സുതൻ പിറന്നു ലോകത്തിൻ പ്രതീക്ഷയായി. താഴെ പുൽത്തൊട്ടിൽ രാജരാജ
തളിരാന പൊൻവേനി നോവുകേ കുളിരാന വൈക്കോളിൻ തൊട്ടിലല്ലേ തളിരാന പൊൻവേനി നോവുമേ കുളിരാന വൈക്കോളിൻ തൊട്ടിലല്ലേ സുഖ സുഷുപ്തി പകർന്നിടുവാൻ തൂവൽ കിടക്കി ഉറക്കൂ സുഖ സുഷുപ്തി പകർന്നിടുവാൻ തൂവൽ കിടക്കി ഉറക്കൂ കാവൽ മാലാഖമാർ കണ്ണടയ്ക്കരുതേ താഴെ പുൽത്തൊട്ടിലിൽ രാജരാജൻ മയങ്ങുന്നു കാവൽ മാലാഖമാരെ ഉണ്ണീയുറങ്ങ് ഉണ്ണീയുറങ്ങ് ഉണ്ണീയുറങ്ങുറങ്ങ് യോർദാൻ നദിക്കരെ നിന്നണയും പൂത്തേ മനമുള്ള കുഞ്ഞിക്കാറ്റേ യോർദാൻ നദിക്കരെ നിന്നണയും പൂന്തേ മനമുള്ള കുഞ്ഞിക്കാറ്റേ പുൽകി ഉണർത്തല്ലേ രാജനുറങ്ങട്ടെ പരിശുദ്ധ രാത്രിയല്ലേ പുൽകി ഉണർത്തല്ലേ നാരനുറങ്ങട്ടെ പരിശുദ്ധ രാത്രിയല്ലേ കാവൽ മാലാഖമാർ കണ്ണടയ്ക്കരുതേ താഴെ പുൽത്തൊട്ടിലിൽ രാജരാജൻ മയങ്ങുന്നു കാവൽ മാലാഖമാരെ പുൽക്കുടിലിൽ കൽത്തൊട്ടിയിൽ മറിയത്തിൻ പൊന്മകനായി പണ്ടൊരു നാൾ ദേവസുതൻ പിറന്നതിനോർമദിനം പുൽക്കുടിലിൽ കൽത്തൊട്ടിയിൽ മറിയത്തിൻ പൊന്മകനായി പണ്ടൊരു നാൾ ദേവസുതൻ പിറന്നതിനോർമദിനം ഒരു മണ്ണിലെ ഇടയന്മാരെ പടുവിണ്ണിലെ മാലാഖകളെ ഒരു മണ്ണിലെ ഇടയന്മാരെ പടുവിണ്ണിലെ മാലാഖകളെ പടും തമ്പുരും കിന്നരവും താളവുമായി പുൽക്കുടിലിൽ കൽത്തൊട്ടിയിൽ മറിയത്തിൻ പൊന്മകനായി പണ്ടൊരു നാൾ ദേവസുതൻ പിറന്നതിനോർമദിനം
Rote Kerzen kamen schweigend Luft. Und ein Hauch von Heimlichkeiten liegt jetzt in der Luft. Und das Herz wird weit, macht euch jetzt bereit. Bis Weihnachten ist nicht mehr weit. Bis Weihnachten ist nicht mehr weit. Schneidern, hämmern, basteln, überall im Haus. Man begegnet hin und wieder schon den Nikolaus. Wisst Bescheid, macht euch jetzt bereit. Bis Weihnachten ist nicht mehr weit. Bis Weihnachten ist nicht mehr weit. Nie verpackte Päckchen, überall versteckt. Und die frisch gebackene Plätzchen wurden schon entdeckt. Heute hat's geschneit, macht euch jetzt bereit. Bis Weihnachten ist nicht mehr weit. Bis Weihnachten ist nicht mehr weit. Menschen finden wieder füreinander Zeit. Und es klingen alte Lieder durch der Dunkelheit. Bald ist es soweit, macht euch jetzt bereit. Bis Weihnachten ist nicht mehr weit. Bis Weihnachten ist nicht mehr weit. I close my eyes and I can see a world that's waiting up for me, that I call my own. Through the dark, through the door, through where no one's been before, but it feels like home. They can say it all sounds crazy. There's a house we can build, every room inside is filled with things from far away. Special things I'll compile each one there to make you smile on a rainy day. They can say it all sounds crazy. They can say we lost our minds.
What a world we gonna make. നക്ഷത്രങ്ങൾ മിഴിചിമ്മി ബേത്ലഹേമിൽ മാനത്തമ്പിൽ പ്രഭ വിതറി ദിവ്യരാവിൽ മാനുഷപാപം നീക്കിടുവാൻ മനുഷ്യകുലത്തിൻ രക്ഷകനായി ദൈവപുത്രൻ ഈ പൂവിൽ അവതാരം ചെയ്തു. നാമെല്ലാം ദൈവപുത്രന്റെ ജനന പെരുന്നാൾ ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ്. സമ്മാനങ്ങൾ വാങ്ങണം, വീട് അലങ്കരിക്കണം, ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒരുക്കണം, അതിൽ തിരുക്കുടുംബത്തെ പ്രതിഷ്ഠിക്കണം. ഇതെല്ലാം മുടങ്ങാതെ നമ്മൾ വർഷം തോറും ആചരിച്ചു പോരുന്നു. പ്രശസ്ത വചനപ്രഘോഷകനായിരുന്ന ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ ഇപ്രകാരം പറയുന്നു: 1000 പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നാലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണി പിറക്കുന്നില്ല എങ്കിൽ ക്രിസ്മസ് വ്യർത്ഥമാണ്. കാരണം വിശുദ്ധ യോഹന്നാൻ 3:16, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ സ്നേഹമാണ് പുൽക്കൂട്ടിൽ പിറന്ന യേശു. നാം പലപ്പോഴും പലരെയും ശ്രദ്ധിക്കാതെ പോകുന്നതാണ് നമ്മുടെ സ്നേഹമില്ലായ്മയ്ക്ക് കാരണം. അവരുടെ നിസ്സഹായ അവസ്ഥയിൽ ഒരു വാക്കുകൊണ്ട് പോലും സഹായിക്കുവാൻ താല്പര്യം കാണിക്കുന്നില്ല. എനിക്ക് എൻ്റെ കാര്യം എന്ന സ്വാർത്ഥത. നമുക്ക് വിചിന്തനം ചെയ്യാം. നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണി ഈശോയ്ക്ക് ജനനം കൊടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും കൃപയും സമാധാനവും നിറഞ്ഞ ക്രിസ്തുമസും സന്തോഷവും രോഗവിമുക്തവുമായ പുതുവത്സരവും നേർന്നുകൊള്ളുന്നു. കാവൽ മാലാഖമാരെ കണ്ണടയ്ക്കരുതേ, താഴെ പുൽത്തൊട്ടിലിൽ രാജരാജൻ മയങ്ങുന്നു. കാവൽ മാലാഖമാരെ കണ്ണടയ്ക്കരുതേ, താഴെ പുൽത്തൊട്ടിലിൽ രാജരാജൻ മയങ്ങുന്നു. കാവൽ മാലാഖമാരെ
തളിരാർന്ന പൊന്മേനി നോവുമേ കുളിരാർന്ന വൈക്കോലിൻ തൊട്ടിലല്ലേ. തളിരാർന്ന പൊന്മേനി നോവുമേ കുളിരാർന്ന വൈക്കോലിൻ തൊട്ടിലല്ലേ. സുഖസുഷുപ്തി പകർന്നിടുവാൻ തൂവൽ കിടക്ക വിരിക്കൂ. സുഖസുഷുപ്തി പകർന്നിടുവാൻ തൂവൽ കിടക്ക വിരിക്കൂ. കാവൽ മാലാഖമാരേ കണ്ണടയ്ക്കരുതേ. താഴെ പുൽത്തൊട്ടിലിൽ രാജരാജൻ മയങ്ങുന്നു. കാവൽ മാലാഖമാരേ. Wishing last of us, like this as so right. I like it like viruses. I'll stay by my side. Oh, wishing last of us, like this as so right. I like it like viruses. I'll stay by my side. Time by
താലപ്പൊലിയേകാൻ തമ്പുരുമീട്ടുവാൻ താരാട്ടു പാടിയുറക്കിടുവാൻ താലപ്പൊലിയേകാൻ തമ്പുരുമീട്ടുവാൻ താരാട്ടു പാടിയുറക്കിടുവാൻ താരാഗണങ്ങളാൽ ആഗതരാകുന്നു വാനാരൂപികൾ ഗായക ശ്രേഷ്ഠ വാനാരൂപികൾ ഗായക ശ്രേഷ്ഠ പൈതലാ യേശുവേ ഉമ്മ വച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരേ നിങ്ങൾ തൻ കൃത്തിൽ യേശുനാഥൻ പിറന്നു ലാലലാ 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 ലാലാ ആഹാ 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 ഉള്ളിൽ തിരതല്ലും മോദത്തോടെത്തും പാരാകെ പ്രേക്ഷക നിരനിരയാൻ ഉള്ളിൽ തിരതല്ലും മോദത്തോടെത്തും പാരാകെ പ്രേക്ഷക നിരനിരയാൻ നാഥാദിനാഥനായി വാഴുമെന്നീശനായി ഉണർവോടെകുന്നൻ ഉൾത്തടം ഞാൻ ഉണർവോടെകുന്നൻ ഉൾത്തടം ഞാൻ പൈതലാ യേശുവേ ഉമ്മ വച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരേ നിങ്ങൾ തൻ കൃത്തിൽ യേശുനാഥൻ പിറന്നു ലാലലാ 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 ലാലാ ആഹാ 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 നിന്നെ പോലെ മിന്നിത്താരമെന്നും കണ്ണീരിന്റെ മണ്ണിൽ മണ്ണാ പേരുമല്ലോ നിന്നെ പോലെ മിന്നിത്താരമെന്നും കണ്ണീരിന്റെ മണ്ണിൽ മണ്ണാ പേരുമല്ലോ ആഹാ ഉന്നതനെ വാഴ്ത്തിടാമുച്ചത്തോടെ ഓഹോ പിന്നലയാ ചങ്ങലകൾ പൊട്ടിലുറങ്ങട്ടെ ആഹാ ഉന്നതനെ വാഴ്ത്തിടാമുച്ചത്തോടെ ഓഹോ പിന്നലയാ ചങ്ങലകൾ പൊട്ടിലുറങ്ങട്ടെ മിന്നെ പോലെ
Hauch von Heimlichkeiten liegt jetzt in der Luft. Ja, ihr wisst Bescheid, macht euch jetzt bereit. Bis Weihnachten ist nicht mehr weit. Bis Weihnachten ist nicht mehr weit. Hämmern, basteln, überall im Haus. Hinten schon den Nikolaus. Ja, ihr wisst Bescheid, macht euch jetzt bereit. Bis Weihnachten ist nicht mehr weit. Bis Weihnachten ist nicht mehr weit. സ്നേഹമുള്ളവരെ, ഏവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. 2021 ക്രിസ്മസ് വീണ്ടും കൊറോണയുടെ പ്രശ്നത്തിലാണ് നാം ആഘോഷിച്ചത്. നമ്മുടെ വീടുകളിൽ ക്രിസ്മസ് ട്രീ ഒരുക്കിയും പുൽക്കൂട് നിർമ്മിച്ചും ക്രിസ്മസ് നമ്മൾ ആഘോഷിച്ചു. സ്ട്രീറ്റുകളിൽ മാക്സിമം സ്ട്രീറ്റ് ലൈറ്റുകൾ, ക്രിസ്മസിൻ്റേതായ ഡെക്കറേഷൻസൊക്കെ ചെയ്ത് ഈ രാജ്യത്തിൽ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. മാക്സിമം ലൈറ്റുകൾ അണച്ച് അന്ധകാരം ഉള്ളിടത്തെല്ലാം പ്രകാശമാക്കി നമ്മൾ ആഘോഷിക്കുകയുണ്ടായി. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം ഈശോയിലൂടെ നമുക്ക് നൽകിയ ആ സ്നേഹവും സമ്മാനവും നമ്മൾ ഓർക്കുകയാണ് ഓരോ ക്രിസ്മസിനും. അന്ധകാരത്തെ മാറ്റുവാൻ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമൂഹ ജീവിതത്തിലും അന്ധകാരം മാറിക്കിട്ടുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതോടെ സാധിക്കണം. അതാണ് ഈ ഓരോ ക്രിസ്മസും നമ്മെ പഠിപ്പിക്കുന്നത്. എന്നിലുള്ള സമാധാനം, യേശുക്രിസ്തു നൽകുന്ന സമ്മാനം മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാൻ ഞാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനം നമ്മെ പാപത്തിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും രക്ഷിക്കുന്ന ദൈവം നൽകിയ സമ്മാനമാണ്. ദൈവം നൽകിയ വലിയ ഒരു അടയാളമാണ് യേശുക്രിസ്തു എന്നുള്ളത്. ദൈവം സ്നേഹമാണ് എന്നതിൻ്റെ അടയാളമാണ്. ദൈവം വാക്കുകൊണ്ട് മാത്രം പറയുകയല്ല, അത് പ്രവൃത്തിയിലൂടെ തെളിയിച്ചത് യേശുക്രിസ്തുവിൻ്റെ ജനനത്തോടെയാണ്. യെശയ്യായുടെ പുസ്തകം 9-ാം അധ്യായം 6-7 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും അവൻ്റെ ആധിപത്യം നിസ്സീമമാണ്. അവൻ്റെ സമാധാനം അനന്തവും. നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ച് പരിപാലിക്കാൻ തന്നെ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ തീഷ്ണ ഇത് നിറവേറ്റും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ച ഈ അരുളപ്പാട് യേശുക്രിസ്തുവിൽ പൂർത്തീകരിച്ച് നാം കാണുകയാണ്. യേശുക്രിസ്തുവിൽ നമുക്ക് ഹൃദയവും മനസ്സുകൊണ്ട് വിശ്വസിക്കാം. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈ നല്ല മനസ്സുകൾക്ക് നമുക്ക് ഉടമയായിരിക്കാം. യേശുക്രിസ്തു നേരുന്ന സമാധാനം, സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണല്ലോ പറഞ്ഞത്. നല്ല മനസ്സിനുടമയായി ഈ സമാധാനം ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ കുടുംബത്തിൽ, സമൂഹത്തിൽ പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടി ബോൺ നത്താലെ. ലോകത്തിൻ പ്രതീക്ഷയായി
വരവേൽപ്പിൻ ശുഭഗീതം ശാന്തിയേകി പാടി തിരുനാളൻ വനജാതനായി വാത്സല്യമോടും പൊൻപൈതലായോ അവജീവൻ നൽകുന്നിതാ. ക്രിസ്മസ് രാവണഞ്ഞ നേരം പുൽക്കൂട്ടിൽ പ്രഭാതമായി ദൈവത്തിൻ സുതൻ പിറന്നു ലോകത്തിൻ പ്രതീക്ഷയായി. ഒരു നിമിഷം ഓർക്കുവിൻ, നീ തേടി വന്ന ഈശ്വരനെ കണ്ടുവോ? മനുഷ്യനായ ബലുവാൻ മനസ്സിലുയരുന്ന മതിലുകൾ ഇതിലേക്ക് വന്ന് ശാന്തിയെ ക്രിസ്മസ് വന്നിതാ. ആരെ വരവേൽപ്പിൻ ശുഭഗീതം durch den Tannenwald in der Weihnachtszeit. Viele Männer ziehen, ob es stürmt oder schneit, sägen Bäume ab, fahren sie in die Stadt, auf den Weihnachtsmarkt, der die Lichter hat. Sägen Bäume ab, fahren sie in die Stadt, auf den Weihnachtsmarkt, der die Lichter hat. Auf dem Weihnachtsmarkt gibt es viel zu sehen, wo die kleinen und die großen Bäume stehen. Und aus jedem Baum, ja man glaubt es kaum, wird am Weihnachtstag ein bunter Weihnachtsbaum. Und aus jedem Baum, ja man glaubt es kaum, wird am Weihnachtstag ein bunter Weihnachtsbaum. Und der Weihnachtsbaum wird im Zimmer stehen und die Kerzen leuchten dann hell und schön. Sterne da und hier aus Papier und Stroh machen dich und mich und all die anderen froh. Sterne da und hier aus Papier und Stroh machen dich und mich und all die anderen froh. സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട വാക്കാണ് ആഘോഷം എന്നത്. നമ്മുടെ ഉള്ളിലുള്ള സന്തോഷം പുറമെ പ്രകടിപ്പിക്കാനുള്ള വേദിയാണ്. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ നാനാജാതി മതസ്ഥർ വളരെ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഒരു ദിനം ഏതാണെന്ന്? സംശയിക്കേണ്ട, ഡിസംബർ 25 ക്രിസ്മസ് തന്നെ. യഥാർത്ഥത്തിൽ എന്താണ് ക്രിസ്മസിൻ്റെ പ്രത്യേകത? ക്രിസ്മസ് എന്നത് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും ദിനമാണ്. സൃഷ്ടാവായ ദൈവം സൃഷ്ടിയായി പിറക്കുന്ന ദിനം. രാജാവായി പിറക്കേണ്ടവൻ അടിയനായി പിറന്ന ദിനം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചതിന് ശേഷം തൻ്റെ ഏകജാത പുത്രനെ കാലിത്തൊഴുത്തിൽ ഒരു ഇടം കണ്ടെത്തിയ പാവങ്ങളുടെ തമ്പുരാൻ്റെ തിരുനാൾ. അതുപോലെ ധാരാളം വിശേഷണങ്ങളുള്ള ഒരു സുദിനമാണ് ക്രിസ്മസ്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് ദാരിദ്ര്യവും വിഷമവും എല്ലാം നമ്മെ കാർന്ന് തിന്നപ്പോഴും ഉള്ളതുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കാനും, സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും അതെല്ലാം പരസ്പരം പങ്കുവെച്ചുകൊണ്ട് കുടുംബത്തിൽ സമാധാനത്തിൻ്റെയും അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. അങ്ങനെ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു പുൽക്കൂട് പണിയാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ കാതുകളിൽ മുഴങ്ങി കേൾക്കാം മാലാഖമാരുടെ സന്ദേശം. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഏവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.
അലകടലും കുളിരലയും മലനിരയും നാഥനെ വാഴ്ത്തുന്നു. അലകടലും കുളിരലയും മലനിരയും നാഥനെ വാഴ്ത്തുന്നു. കുലചന്ദ്രികയും താരാപദവും കുലചന്ദ്രികയും താരാപദവും നാഥന്റെ നന്മകൾ വാഴ്ത്തുന്നു. നാഥന്റെ നന്മകൾ വാഴ്ത്തുന്നു. അലകടലും കുളിരലയും മലർനിരയും നാഥനെ വാഴ്ത്തുന്നു. ആനന്ദനീലാകാശവിധാനം കന്യാധനയാ നിൻ കരവിരുതല്ലേ. ആനന്ദനീലാകാശവിധാനം കന്യാധനയാ നിൻ കരവിരുതല്ലേ. അനന്യസുന്ദരമീ മഹീതലം അത്യുന്നത നിൻ വരദാനമല്ലേ. അല്ലേ. അലകടലും കുളിരലയും മലനിരയും നാഥനെ വാഴ്ത്തുന്നു. Guten Tag, mein Name ist Leo Mundetu, bin 12 Jahre alt und besuche die 7. Klasse. Ich bin als Messdiener in der indischen und in der deutschen Gemeinde aktiv. Heute besprechen wir das Thema Weihnachten in Indien. Weihnachten in Indien ist ein gesetzlicher und damit auch ein offizieller Feiertag. Wir Katholiken sind in der indischen Gegend zu 2,4% vertreten, was von einer Einwohnerzahl von 1,3 Milliarden Menschen immerhin 3 Millionen Menschen ausmacht. Das Weihnachtsfest in Indien besteht zum Teil aus Bräuchen, die auch international bekannt sind, aber auch die auch nur dort existieren. So wird zum Weihnachtsfest dekoriert. Die Weihnachtsdekoration ist in Indien unterscheidet sich stark von denen in anderen Ländern. Schon in der Vorweihnachtszeit schmücken die Christen ihre Häuser. Statt Adventskranzen an den Häusern schmücken sie mit verzierten Mangoblättern. Bunte Lichterketten sind ebenso ein häufiger Anblick. Statt Tannenbäume schmücken sie in der Palm- und Mangobäume mit Weihnachtsdekorationen, wie zum Beispiel Lichterketten oder bunten Lametta. Immer häufiger wird auch typisch westliche Weihnachtsdekorationen, wie zum Beispiel Weihnachtsmänner oder Christbaumkugeln, bekannt. So läuft Weihnachten in Indien ab. Weihnachten in Indien beginnt für die Katholiken mit einer Fastenzeit vom 1. bis zum 24. Dezember. Wie es hier in Deutschland die Sternsingaktion gibt, gibt es in Indien die Weihnachtsliedersingaktion 3 bis 4 Tage vor Weihnachten. In Indien bezeichnet man diese als Christmas Carol. Abends besuchen die jungen Erwachsenen in der Gemeinde, inklusive Santa Claus, der Weihnachtsmann, die Familie in der Nachbarschaft und sammeln Spenden für wohltätige Zwecke. Der Heiligabend fängt erst mit der Christmette an. Manche Orte feiern als Mitternachtsmesse. Der katholische Gottesdienst kann bis zu 3 Stunden dauern und läutet das indische Weihnachtsfest ein. Gesänge gehören zu den mehrstündigen Mitternachtsmessen natürlich dazu. Die Familie spielt in den christlichen Familien natürlich eine ebenso große Rolle. Anstatt am Heiligabend treffen sich alle Mitglieder der Familie am nächsten Tag, den 25. Dezember, zusammen zu Hause und feiern mit dem festlichen Weihnachtsmenü und auch Verzehr von verschiedenen Sorten von Christmas Cake, also Kuchen. Dabei werden Geschenke ausgetauscht. Das Geschenk symbolisiert die Wertschätzung der Familie und geht mit den Glückwünschen und Segensprüchen für die Zukunft weiter.
Ich wünsche allen ein frohes und gesegnetes Weihnachtsfest. കണ്ടും കണ്ടും കാത്തിരുന്നു മണ്ണിൽ